നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പ് മുറുകുകയാണ്. സൂപ്പർ 8 തകർപ്പൻ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഇതാ ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരം. വാട്ട് എ മാച്ച്! എന്തൊരു ത്രില്ലർ പോരാട്ടമായിരുന്നു അത്. ഒടുവിൽ 7 റൺസിന് സൗത്ത് ആഫ്രിക്ക വിജയിച്ചു കയറി. ഈ കളി ഭാഗ്യ നിർഭാഗ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊരു കളിയാണ്. സൗത്ത് ആഫ്രിക്ക കിടിലൻ തുടക്കം. QDKയുടെ മിന്നുന്ന ബാറ്റിങ്ങിൽ അവർ കുതിച്ചു പാഞ്ഞതാ. പക്ഷേ പിന്നീട് അവരുടെ റണ്ണൊഴുക്കിന് ഇംഗ്ലണ്ട് തടയിടുന്നത് കണ്ടു. അതിൽ റഷീദൊക്കെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. 163 റൺസാണ് അവരടിച്ചത്. നല്ല പോക്ക് പോയിട്ടാണ് പിന്നെ 163 നിൽക്കുന്നത്. നോക്കുക, മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് തുടക്കത്തിൽ പതറുന്ന കാഴ്ച, റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ച. പക്ഷെ പിന്നീട് ലിവിങ്സ്റ്റണും ഹാരി ബ്രൂക്കും ചേർന്നുകൊണ്ടുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് കണ്ടത്. 2 പേരും ചേർന്ന് നടത്തിയ തിരിച്ചടി. ഇംഗ്ലണ്ട് വിജയത്തിലേക്ക് പോകും എന്ന് തോന്നിച്ച ഘട്ടത്തിൽ ലിവിങ്സ്റ്റൺ പുറത്താകുന്നു. പിന്നെ മർക്കളം പുറകോട്ടോടി ബ്രൂക്കിന്റെ ക്യാച്ച് എടുത്തത്. കളി അവിടെയാണ് ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും കൈവിടുന്നത്. ബാറ്റ്മാൻ ഒരു ഓവറിൽ ഫുൾ ടോസുകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു, ഒക്കെ ബൗണ്ടറിയിലേക്ക് അടിച്ചു പറത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഒടുവിൽ 7 റൺസിന്റെ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു സൗത്ത് ആഫ്രിക്കക്ക്. തകർപ്പൻ പോരാട്ടമാണ് ഈ കളിയിൽ നമ്മൾ കണ്ടത് എന്നർത്ഥം. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മിന്നുന്ന തുടക്കമിട്ടു QDK. 38 പന്തുകളിൽ നിന്നാണ് ഡീകോക്ക് 4 4ഉം 4 6ഉം അടക്കം 65 റൺസ് അടിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിയ ഹെൻഡ്രിക്സ് ആവട്ടെ 25 പന്തിൽ നേരിട്ട് വെറും 19 റൺസേ അടിച്ചിരുന്നുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്നിട്ടും പക്ഷേ അവരുടെ സ്കോർ കാർഡ് 10 ഓവർ കഴിയുമ്പോൾ 90 മുകളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ക്ലാസൻ 8 റൺസുമായിട്ട് മടങ്ങി. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൻറിക് ക്ലാസനെ മടക്കി വിടുന്ന ജോസ് ബട്ട്ലറുടെ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഇടപെടലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ത്രോയിലാണ് ഹെൻറിക് ക്ലാസൻ മടങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ ഡീകോക്കിനെ പറഞ്ഞു വിടാൻ വേണ്ടി ജോസ് ബട്ട്ലർ എടുത്ത ഒരു കിടിലൻ ക്യാച്ച് ഉണ്ട്. എന്തായാലും ഡേവിഡ് മില്ലർ പിന്നെ 28 പന്തിൽ നിന്ന് 43 റൺസ് അടിച്ചു. അങ്ങനെ ഒടുവിൽ 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസാണ് സൗത്ത് ആഫ്രിക്ക എടുത്തിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ സാൾട്ടിന് തുടക്കത്തിലേ ഇംഗ്ലണ്ടിന് നഷ്ടമായി. 8 പന്തിൽ നിന്ന് അദ്ദേഹം ഒരു 4ഉം ഒരു 6ഉം ഒക്കെ അടിച്ച് 11 റൺസാണ് എടുത്തിരുന്നത്. റബാദയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. പിന്നെ ബെയർസ്റ്റോയും ബട്ട്ലറും ചേർന്നുള്ള കൂട്ടുകെട്ട് ഒരിക്കലും അവർക്കൊരു ഗതിവേഗം പകരാൻ, ഇന്നിങ്സിന് ഗതിവേഗം പകരാൻ കഴിഞ്ഞിരുന്നില്ല. 20 പന്തിൽ നേരിട്ട ജോണി ബി 16 റൺസുമായിട്ടും 20 പന്തിൽ നേരിട്ട ജോസ് ബട്ട്ലർ 17 റൺസുമായിട്ടും മടങ്ങി. മൊയിൻ അലി ബാറ്റ്മാന്റെ പന്തിൽ ആഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തി. കേശവ് മഹാരാജ് പിടിച്ച് പുറത്തു പോകുമ്പോൾ 10 പന്തുകൾ നേരിട്ട് അദ്ദേഹം 9 റൺസാണ് അടിച്ചിരുന്നത്. മൊയിൻ പോകുമ്പോൾ നോക്കുക, 10 ഓവർ കഴിഞ്ഞിരുന്നു. 61 റൺസേ ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഹാരി ബ്രൂക്കും ലിവിങ്സ്റ്റണും ചേർന്നുകൊണ്ടുള്ള വെടിക്കെട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാറ്റ്മാൻ്റെ ഒരു ഓവറിൽ തലങ്ങും വിലങ്ങും 4ഒക്കെ അടിച്ച് അവർ കളി വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കാക്കിസോ റബാദയുടെ പന്തിൽ സ്റ്റബ്സ് പിടിച്ചുകൊണ്ട് ലിവിങ്സ്റ്റൺ പുറത്തായി. 17 പന്തിൽ നിന്ന് 3 4ഉം 2 6ഉം അടക്കം 33 റൺസാണ് അദ്ദേഹം കുറിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ ഹാരി ബ്രൂക്ക് പുറത്തു പോയത് അവർക്ക് തിരിച്ചടിയായി. 37 പന്തുകൾ നേരിട്ട ബ്രൂക്ക് ആൻഡ്രിക് നോർക്കിയുടെ പന്തിൽ മർക്കളം പുറകോട്ടോടി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത്. 37 പന്തിൽ നിന്ന് അദ്ദേഹം 53 റൺസാണ് അടിച്ചു കൂട്ടുന്നത്. 7 4കളാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത്. ഒടുവിൽ സാം 7 പന്തിൽ നിന്ന് 10 റൺസ് അദ്ദേഹം ഫിനിഷ് ചെയ്യും എന്ന തോന്നലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് സാധിച്ചില്ല. ആർച്ചർ 2 പന്തിൽ നേരിട്ട് 1 റൺസാണ് എടുത്തത്. അങ്ങനെ ആ ചടങ്ങ് അങ്ങ് തീർന്നു അവസാന ഓവറിൽ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രില്യൻ്റ് ആയിട്ട് പന്തെറിഞ്ഞിട്ടുള്ള റബാദ് 4 ഓവറിൽ 32 റൺസിന് 2 വിക്കറ്റ്. മഹാരാജ് 4 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റ്. അതുപോലെ തന്നെ ക്രൂഷ്യലായിട്ടുള്ള ഓവറിൽ മനോഹരമായിട്ട് പന്തെറിഞ്ഞ യാൻസനെയും നമ്മൾ കണ്ടു. നോർക്കിയ 4 ഓവറിൽ 35 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും 7 റൺസിന്റെ തകർപ്പൻ ജയം ഇതാ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പം സൂപ്പർ 8ന്റെ ഗ്രൂപ്പ് 2 കളിച്ച 2 കളികളും വിജയിച്ച് 4 പോയിന്റോടെ തലപ്പത്താണ് സൗത്ത് ആഫ്രിക്ക. ഇംഗ്ലണ്ട് 2 കളികളിൽ നിന്ന് 1 വിജയം 1 തോൽവി, അവർക്ക് 2 പോയിന്റേ ഉള്ളൂ. വെസ്റ്റ് ഇൻഡീസ് ആദ്യ കളി തോറ്റിട്ടുണ്ട്, USA ആദ്യ കളി തോറ്റിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് ശേഷിക്കുന്ന കളി USAക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതീക്ഷകൾ ഇപ്പോഴും നല്ല രൂപത്തിൽ നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.